My dear beautiful souls, welcome back to my channel Arcana Studio 777. ഓക്കെ, ഡെയിലി ലവ് റീഡിങ്ങിനായിട്ട് ഗൈഡൻസിനായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ലവ് എനർജി എങ്ങനെയായിരിക്കും, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് ഇന്ന് അട്രാക്ട് ചെയ്യപ്പെടും എന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഇതിലാണ് അടുത്തതായി ഫോക്കസ്ഡ് ആകേണ്ടത്. എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ലവ് ലൈഫിന് വേണ്ടി നിങ്ങൾക്ക് നൽകുന്നത്? ഓക്കെ, നിങ്ങൾ ഈ ഒരു ടൈം നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അന്വേഷിക്കുന്ന പോലെയാണ്. ഒരു പക്ഷെ ആൾ അടുത്തുണ്ടാവില്ല. കറണ്ട് എനർജി എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആൾ അടുത്തുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. മേ ബി നിങ്ങൾ സിംഗിൾ ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ്. ഒരു എന്താ പറയാ, ഒരു സെപ്പറേഷൻ എനർജി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോൺനെസ് ഫീൽ ചെയ്യുന്ന ഒരു എനർജി നിങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾ അടുത്ത ഫോക്കസ്ഡ് ആകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു അടുത്ത ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചോ ആത്മപരിശോധന നടത്തുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട്, ആളുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ചിന്തിക്കേണ്ടതാണ് എന്ന് തോന്നിയിട്ട് നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആത്മപരിശോധന നടത്തുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അല്ലെ, എല്ലാവരും പറയുന്ന ഇങ്ങനെ കേട്ടിരിക്കുന്നേക്കാൾ എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്, നമ്മളെ തന്നെ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തിനുള്ള ആൻസറും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഇൻഡ്യൂഷൻ പോലെ നമുക്ക് ലഭിക്കും. ഓക്കെ, വളരെ കാമായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിന്റെ ആൻസർ ലഭിക്കും എന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ മേ ബി നിങ്ങൾക്ക് പുതിയൊരു എന്താ പറയാ, ഒരു അഫെയർ ഉണ്ടായി കാണും. മേ ബി നിങ്ങളെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് കാണും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾ ആത്മപരിശോധന നടത്തുന്നത്. അതിന് യെസ് പറയണോ നോ പറയണോ അങ്ങനെയൊക്കെയുള്ള എന്തോ കാര്യത്തിൽ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ഔട്ട്കം എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു പേഴ്സൺ ആവുന്നു, ഒരു ലവ് എനർജി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. അത് വളരെ ഹാപ്പി ആൻഡ് എന്താ പറയാ, ഒരു ടുഗദർനെസ്. ഇനി സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് വന്നിട്ട് നിങ്ങളുമായിട്ട് ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു എനർജി, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടി ഒരുമിച്ചുള്ള ഒരു എനർജിയാണ് ഔട്ട്കം ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ